ശനിദേവൻ നീതിയുടെയും ശിക്ഷയുടെയും ദൈവമാണ്, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ദൈവവുമാണ്. ശനിദേവനെക്കുറിച്ച് നമ്മിൽ പലർക്കും ഭയവും ദുരൂഹതയുമാണ് ഉള്ളത്. ശനിഗ്രഹം കനിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും എന്ന വിശ്വാസം നമ്മുടെ ഇടയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. എന്നാൽ ശനിദേവൻ ഭീകരനല്ല, നീതി പാലിക്കുന്ന, കർമ്മത്തിന് ഫലം കൃത്യമായി നൽകുന്ന ദൈവസ്വരൂപമാണ്. ഈ വീഡിയോയിലൂടെ ശനിദേവനെക്കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണകൾ തിരുത്താനും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ താത്വികതയും മഹത്വവും വിശദീകരിക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ഗോകുലമാലയിലേക്ക്. ശനിദോഷം ബാധിക്കുന്ന സമയത്ത് നാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ന്യായവും സത്യവുമുള്ള ജീവിതമായിരിക്കണം. ശനി നീതിദേവനാണ്. കള്ളവും ചതിയും ഒഴിവാക്കി സത്യപരമായ ജീവിതമാണ് നയിക്കേണ്ടത്. ഒരുപാട് കർമ്മഫലങ്ങൾ അതിനാൽ തന്നെ കുറഞ്ഞു കിട്ടും. ശ്രമവും ക്ഷമയും സ്വീകരിക്കണം. ഇവിടെ ക്ഷമ അത്യാവശ്യമാണ്. ശനി പരീക്ഷകളിലൂടെ നയിക്കുന്ന ദൈവമാണ്. അതിനാൽ പരിശ്രമിക്കാനും ക്ഷമിക്കാനും മനസ്സിലാക്കാനുമാണ് ഈ സമയം ഏറ്റവും അനുയോജ്യം. അതായത് എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും നാം ഒരു 10 തവണയെങ്കിലും ചിന്തിച്ചിരിക്കണം. ചിന്തിച്ച് മാത്രമേ എന്തെങ്കിലും ഒരു മറുപടി പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യാവുള്ളൂ. ശനിക്ഷേത്ര സന്ദർശനം, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ശനിക്ഷേത്രങ്ങളിൽ എണ്ണവിളക്കുകൾ തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ്. ശനിഗ്രഹ സമർപ്പിതമായ മന്ത്രങ്ങൾ ജപിക്കണം. ഓം ശം ശനീശ്വരായ നമ, നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം, ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഇങ്ങനെയുള്ള ശനി സ്തോത്രങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്രയും ജപിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. സാധാരണ അതിനൊരു ക്രമമുണ്ട്. 21, 41, 48, 108 ഇങ്ങനെയുള്ള ക്രമത്തിലും ചൊല്ലാവുന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക. കറുത്ത വസ്ത്രങ്ങൾ, ഉഴുന്ന്, എള്ള്, എണ്ണ, കറുത്ത കടല, ലോഹങ്ങൾ, ചൂടുവെള്ളം എന്നിവ ദാനം ചെയ്യുക. ചൂടുവെള്ളം എന്നുദ്ദേശിക്കുന്നത് കുടിവെള്ളമാണ് കേട്ടോ. അനാഥാലയങ്ങളിൽ ഭക്ഷണം നൽകുന്നതും വളരെ ഉത്തമമാണ്. ശുദ്ധ മനസ്സും സമർപ്പണബോധവും ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെത്രയും നാം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അഹങ്കാരവും കൃത്യങ്ങളിലുള്ള അനാസക്തിയും ഒഴിവാക്കണം. പക്ഷപാതവും അപമാനം ചെയ്യലും ഒഴിവാക്കണം. ആളുകളെ പരിഹസിക്കൽ, അനീതിപരമായ ഇടപെടലുകൾ ഇവ ഒഴിവാക്കണം. അന്യായമായ ആസ്തി കൈവശപ്പെടുത്തി വെക്കുന്നതും ഒഴിവാക്കണം. അത് ചിന്തിക്കുക പോലും ചെയ്യരുത്. കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്. വാക്കുകൾ കൊണ്ടുപോലും നോവിക്കരുത്. ശനിദശയെ വെറും ഭയത്തോടെ നോക്കുക ഒരിക്കലുമല്ല. ഭയത്തോടെ ഒരിക്കലും നോക്കരുത്. നമുക്ക് ജാഗ്രതയും ആത്മപരിശോധനയുമാണ് വേണ്ടത്. അതായത് നമ്മളെ വളരെയധികം ശുദ്ധീകരിക്കുകയാണ് ഈ അവസരത്തിൽ ശനിദേവൻ ചെയ്യുന്നത്. നമ്മുടെ കർമ്മങ്ങൾ ഒന്ന് മയപ്പെടുത്തിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് അടുക്കും ചിട്ടയോടും കൂടി നാം തന്നെ നമ്മിലേക്ക് ശ്രദ്ധിച്ച് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശനിദേവൻ അവിടെ പ്രസാദിക്കും. എന്നാൽ ചിലർക്ക് ഇതുകൊണ്ടൊന്നും തന്നെ തൃപ്തിയാവത്തില്ല. നമ്മുടെ ഉള്ളിലെ ആ വിഷമം നമ്മൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമുക്ക് കിട്ടുവാനും പോകുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അസ്വാഭാവികതയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കുവാൻ ശനി പൂജകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശനി ഭഗവാന്റെ നാമജപം ദിനവും ജപിക്കാവുന്നതാണ്. കൂടാതെ ദീപം സമർപ്പിക്കാം. ശനി ഗായത്രി ജപം നടത്താം. നവഗ്രഹ പൂജ, ശനി ഹോമം ഇവ ഗുരു ഉപദേശത്തോടുകൂടി ചെയ്യാവുന്നതാണ്. ഈ സമയം ഭൈരവ ഉപാസനയും ഹനുമാന് അർച്ചനയും അർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വെറ്റിലമാലയും സമർപ്പിക്കാം. ശനിസമയത്ത് നാം നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളെ അരിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ദുഷ്പ്രവൃത്തികൾ അതിജീവിക്കുവാൻ നമ്മിൽ ഒരു ധൈര്യം ഇത് വളർത്തുന്നു. ഒരു വൃത്തിയാക്കലാണ് അവിടെ. ആത്മീയമായതും മാനസികമായതുമായ വൃത്തിയാക്കൽ. നാം പഠിക്കേണ്ട പാഠങ്ങൾ സഹനം, നിരപരാധിത്വം, ആത്മാവബോധം ഇവയാണ്. കണിശമായ കാര്യശേഷിയും ശാന്തമായ മനസ്സും നേടാൻ ഒരു അവസരമാണ് ഇത്. ശനിയുടെ കാലയളവിൽ നാം എല്ലാവർക്കും ഉണ്ടാകുന്ന പൊതുവായ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ശനി വന്നാൽ എല്ലാം നഷ്ടമാകും. ശനി ദോഷമുള്ളവനാണെങ്കിൽ എല്ലായ്പ്പോഴും ദുഃഖമായിരിക്കും. ശനിയെ നാം പേടിക്കണം. ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ. എന്നാൽ എല്ലാം അസംബന്ധമാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. വെല്ലുവിളികൾക്കിടയിൽ ആത്മശുദ്ധിയോടെയും ക്ഷമയോടെയും എങ്ങനെ കാര്യങ്ങൾ
നിങ്ങൾ നേടുന്നു എന്നതിന് നിങ്ങൾക്ക് തരുന്ന ചെറിയൊരു ട്രെയിനിങ് ആണിത്. ശനിദോഷമുള്ളവനാണെങ്കിൽ എല്ലായ്പ്പോഴും ദുഃഖം തരും എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. ശനിദേവൻ്റെ ദർശനമുള്ള ആൾ ദീർഘായുസ്സും ഊർജ്ജസ്വലവുമായ ജീവിതമാണ് നേടുന്നത്. ശനിയെ ഭക്തിയോടെ ആരാധിച്ചാൽ അദ്ദേഹം രക്ഷകൻ തന്നെയാണ് ആകുന്നത്. ശനിയെ ഒരിക്കലും പേടിക്കേണ്ടതില്ല, പൂർണ്ണമായ ശുദ്ധതയോടെ ആരാധിക്കേണ്ടതാണ്. ശനി വരുമ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടും. അത് എങ്ങനെ മനസ്സിലാക്കാം? ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില തടസ്സങ്ങൾ. നല്ല ശ്രമങ്ങൾ നിങ്ങൾ ചെയ്തു, പക്ഷെ ഫലം വരുന്നില്ല. എളുപ്പമായ കാര്യങ്ങൾ പോലും വൈകുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ, വിലക്ക്, കേസുകൾ, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. നിദ്രയില്ലായ്മ, മാനസികമായ ക്ഷീണം, കാലുകൾക്കും തലച്ചോറുകൾക്കും സ്ഥിരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പോലെ തോന്നുന്നത്, സാമ്പത്തിക നഷ്ടം. കണക്കില്ലാതെ നിങ്ങൾ ചിലപ്പോൾ പണം ചിലവാക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തനിച്ചായതുപോലെ ഒരു അനുഭവം വന്നേക്കാം. എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന ഒരു തോന്നൽ. കുടുംബത്തിൽ പ്രശ്നം, സഹപ്രവർത്തകരുമായിട്ടും അകലവും, എന്തെങ്കിലും വാക്കുതർക്കവും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങുക. ആ ശ്രദ്ധയിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നോ? ആത്മപരിശോധന ചെയ്യുക. ജപം, ധ്യാനം, ധാർമ്മികത ഇവ നിലനിർത്തുക. ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും ആത്മബലം നിലനിർത്തുക. ഭഗവതിയിലോ ശിവഭഗവാനിലോ ഭൈരവനിലോ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. ഇനി ദൈവവിശ്വാസമില്ലാത്തവർക്കാണെങ്കിലോ? ദൈവവിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും ശനിദോഷത്തെക്കുറിച്ചും വിശ്വാസം വരില്ല, ശരിയല്ലേ? പക്ഷെ വീട്ടിലുള്ളവർക്ക് അതിനെക്കുറിച്ചൊരു വിഷമമുണ്ടാകാം. അപ്പോൾ അവരെക്കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ദാനങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെയുള്ള ദാനങ്ങൾ ചെയ്യുക. പക്ഷികൾക്ക് വെള്ളം വെക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ശനിദശാകാലം പല വിധത്തിലാണുള്ളത്. മഹാദശ ശനിയുണ്ട്, ഏഴര ശനിയുണ്ട്, അഷ്ടമശനിയുണ്ട്, അർദ്ധ അഷ്ടമശനിയുണ്ട്. ഇവയെല്ലാം ജ്യോതിഷപരമായി നോക്കാവുന്നതാണ്. ജനിച്ച നാളു മുതൽ ശനിയാണെന്ന് പറയുന്നവരുണ്ട്. അതായത് കഷ്ടപ്പാടുകൾ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ശനിദശാകാലത്ത് ശനി ഭഗവാൻ ഒരിക്കലും നിങ്ങളെ താഴ്ത്തുകയില്ല. എപ്പോഴും നിങ്ങളെ എവിടെ നിന്നായാലും കൈ പിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഏത് കഷ്ടപ്പാടിൽ നിന്നും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. ഒത്തിരിയൊന്നും ശനി ഭഗവാൻ ആ സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് തന്നിരിക്കത്തില്ല. പക്ഷേ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കാം അത്. പാപമെന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ ഉള്ളതായിരിക്കണമെന്നില്ല. നമ്മുടെ മുൻ ജന്മത്തിൽ വന്ന പാപങ്ങളുമായിരിക്കും. ആ പാപങ്ങൾ ഇങ്ങനെ തീരുന്നുവെങ്കിൽ നമുക്ക് അത് സന്തോഷകരമായ അനുഭവം തന്നെയായിരിക്കണം തരേണ്ടത്. കാരണം ഇനി വരുന്ന നമ്മുടെ ജന്മങ്ങളിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ മോക്ഷമാർഗങ്ങളിൽ നമ്മുടെ വരും തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനും അതുകൊണ്ട് തന്നെ പ്രയോജനമുണ്ടാകുമെങ്കിൽ ഇത് സന്തോഷത്തോടുകൂടി അംഗീകരിക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് പാപങ്ങൾ കുറയ്ക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ കർമ്മഫലങ്ങൾ ഉയർത്തുക എന്നതാണ്, ദാനങ്ങൾ ചെയ്യുക എന്നതാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന വസ്തുത ഈ ശനിദോഷ സമയത്ത് എന്ത് കാര്യത്തിനും ശ്രദ്ധയോടെയും ക്ഷമയോടെയും ഒരു 10, 20, 30 തവണ നിങ്ങൾ എത്ര പ്രാവശ്യം വേണേലും ചിന്തിച്ചോളൂ. എന്നിട്ടേ മറുപടി പറയാവുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഇത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നല്ലൊരു റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം നിങ്ങളുടെ ബോസിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒന്നും തന്നെ ചിലപ്പോൾ നല്ല വാക്കുകൾ കേൾക്കണമെന്നില്ല ഈ സമയത്ത്. ചിലപ്പോൾ ഇതിനു മുന്നേ നല്ല വാക്കുകൾ പറഞ്ഞവരായിരിക്കാം. പക്ഷേ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല വാക്കുകൾ കേൾക്കുവാനുള്ള അവസരമായിരിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആ ജോലി ഒരിക്കലും വിടരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ ചെയ്ത തീരുമാനം, നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിച്ചത്, എത്ര പേർ അപമാനിച്ചിട്ടും എത്ര പേർ നമ്മളെ കുറ്റം പറഞ്ഞിട്ടും അവിടെ പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനം തരികയുള്ളൂ. ശനി ഭഗവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. ഇതിനെല്ലാം പ്രതിഫലമായി നിങ്ങൾക്ക് വലിയൊരു ഉന്നമനമായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ജോലിയിലിരിക്കുന്നവർ ഒരിക്കലും ജോലി വിട്ടുകളയരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കേൾക്കുവാൻ വേണ്ടിയുള്ളതാണ്. പഠന സമയത്ത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പുറകോട്ട് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നെന്നിരിക്കും. അവർ ചിലപ്പോൾ മാതാപിതാക്കളോട് പറയണമെന്നില്ല. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഭാവി, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാവി. ഒരിക്കലും അവരെ വഴക്ക് പറയുകയോ അവരോട് ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത്.
ഇത്രയും നാൾ വാങ്ങിച്ചു വന്ന മാർക്ക് കുറഞ്ഞതെന്തെന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് അവരെ അസ്വസ്ഥരാക്കരുത്. അവർക്ക് വേണ്ട ധൈര്യമാണ് കൊടുക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ അവർക്ക് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കണം. ദൈവനാമങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കണം. അതുകൂടാതെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. പഠനത്തിൽ കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ ജയിക്കുന്നത് തന്നെ വളരെ നല്ല കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയാകുമ്പോൾ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും അവർ നേരത്തെ പോലെ നല്ല മാർക്ക് നേടുന്ന അല്ലെങ്കിൽ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് മാറുകയും ചെയ്യുന്നത് തന്നെയാണ്. അത് മാതാപിതാക്കൾക്കും വളരെ അനുഗ്രഹമായിരിക്കുകയും ചെയ്യും. ഈ സമൂഹത്തിനും അവർ അനുഗ്രഹമുള്ള കുട്ടികളായി തന്നെ ഉയർന്നു വരും എന്നതിന് യാതൊരു സംശയവുമില്ല. ശനി എത്രത്തോളം കടുത്ത പരീക്ഷണങ്ങൾ നൽകുന്നതായാലും അതിൻ്റെ ഏറ്റവും ആഴമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആന്തരിക പുരോഗതിയാണ്. ശനി നമ്മെ ശിക്ഷിക്കാനല്ല, ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും ക്ഷമയോടെയും ഈ കാലഘട്ടം നിങ്ങൾ കടന്നുപോയിരിക്കണം. എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ആശംസ നേരുകയാണ്. നന്ദി, നമസ്കാരം.